എടാ നന്ദ, കെവിൻ, കണ്ടോ കെവിൻ? കെവിനെ കണ്ടപ്പോഴും നന്ദുവിന് എന്തോ ഭയമാ. ഇതാ ഇപ്പോഴത്തെ പൊതുരീതി. കെവിനെ, എന്താടാ നന്ദ? എടാ കെവിനെ, എടാ കെവിൻ, വെറുതെ അലുമുണ്ടാക്കരുത്. എടാ എന്താടാ ഇങ്ങനെ? പ്രഭാന്റിയും ദേവികയൊക്കെ പറഞ്ഞല്ലോ നിനക്കെന്തോ പനിയോ ജലദോഷമോ തുമ്മലോ ഒക്കെ ആണെന്ന്. പനിയാണോ? ഇത് ചെറിയ ചൂട്. അതിപ്പോ ആരുടെ നോക്കിയാലും ഒരു ചൂട് കാണും. ദേവികെ, ഇതേ ഇവന്റെ നമ്പറാണെന്നാ തോന്നുന്നത്. പണ്ട് കോളേജിൽ വരാൻ മടിയുള്ള ദിവസങ്ങളിലെ ഇവൻ പനി അഭിനയിക്കും. അല്ല, ദേവിക അസുഖം അഭിനയിക്കാൻ മോശക്കാരി ആയിരുന്നില്ലല്ലോ. രണ്ടുപേരും പനി അഭിനയിച്ച് ക്ലാസ് കട്ട് ചെയ്ത് പാർക്കിൽ പോയിരുന്നതും സാറ് പിടിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? നന്ദു, കെവിനൊരു തമാശ പറഞ്ഞിട്ടും എന്താ ചിരിക്കാത്തെ? നന്ദനെ നമുക്ക് ചിരിപ്പിക്കാന്നേ. ഡാ ഒന്ന് ചിരിക്കടാ. ചിരിക്കടാ. ദേ ചിരി വരുന്നുണ്ട്, ചിരി വരുന്നുണ്ട്. ഇതേ ഞാൻ റെഡിയാക്കി തരാം. ദേവിക ആദ്യം ചെന്നേ ഒരു ചൂട് ചായ എടുത്തിട്ട് വാ. കെവിൻ നന്ദുവിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നേരെയാക്കി എടുക്ക. ഞാൻ ഏറ്റെന്നേ. പറടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നോക്ക്, നീ വെറുതെ ടെൻഷൻ അടിച്ചും പേടിച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടാക്കരുത്. എടാ നീ അത് മനസ്സിൽ നിന്ന് കള. ഒന്നും സംഭവിച്ചിട്ടില്ല. അഥവാ എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം. എടാ കെവിനെ, ഋഷിയുടെ ബോഡി എന്ത് ചെയ്തു? എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. തീക്കനൽ പെട്ടതുപോലെ എന്റെ അവസ്ഥ. ഈ ശരീരം ചുട്ടുപൊള്ളുക. നോക്കുന്നിടത്തൊക്കെ ഋഷി വന്നിരിക്കുന്ന പോലെ. മാങ്ങാത്തോലി ഋഷി വന്ന് നിൽക്കും പോലും. എടാ അവൻ തീർന്നു. അവനെ നമ്മൾ തീർത്തു. എടാ അങ്ങനൊന്നും പറയാതെ, എന്നെ പേടിപ്പിക്കാതെ. എടാ ഒരു ശല്യം ഒഴിഞ്ഞു പോകുമ്പോ പേടിക്കാനോ അതോ സന്തോഷിക്കാനോ വേണ്ടത്? ചേടാ ഇത് വലിയ കഷ്ടമായല്ലോ. നീ ഇങ്ങനൊരു പേടിത്തൊണ്ടനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാനിതിന് കൂട്ടുവെക്കില്ലായിരുന്നു. ഋഷിയുടെ ബോഡി ഉണ്ടായിരിക്കണം. നോക്ക്, പ്രഭ ആന്റിയെ വഴി തറഞ്ഞു നിർത്തി അവഹേളിച്ചതിന് അവനെ നീ നിയന്ത്രണം വിട്ട് തല്ലി. നിനക്ക് വേണ്ടി ഞങ്ങളും കൂടെ നിന്നു. അവൻ ചത്തു. ഞങ്ങള് കുഴിച്ചിട്ടു. ശുഭം. കുഴിയുന്നവ എണീറ്റ് വരാനൊന്നും പോകുന്നില്ല. കേസും പ്രശ്നമൊക്കെ ആവട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം. ഇപ്പൊ നീ ഹാപ്പി ആയിട്ടിരിക്കെ. അവൻ എവിടെ കുഴിച്ചിട്ടെ? എടാ ഫുൾ വീഡിയോ ഉണ്ട്. പക്ഷെ നിന്നെ കാണിച്ച നീ അത് ഓർമ്മിച്ച് ബഹളം വെക്കില്ലേ? ഇല്ലടാ, എടാ ഞാനത് കാണട്ടെ. എടാ ഈ അവസ്ഥയിൽ നീ കാണണ്ട. വലിയ ശല്യമായല്ലോ. എടാ പ്ലീസ്, എനിക്കൊന്ന് കാണണവനെ. ഒന്ന് കാണിച്ചതാ. എവനെ കൊണ്ട്. എടാ അതെവിടാ, ഒന്ന് കാണിച്ചതാ.
എനിക്ക് കാണണം. എടേ, പതുക്കെ. ദാ കാണും.